പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതുമാണ്. അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഓരോ പേരുകളെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെലിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അത് പോലീസ് DGPക്കാണ് അയച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂഴ്ത്തി വെക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നേതാക്കന്മാർ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം 1-2 മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് DGP, പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPMൻ്റെ അല്ലേ, അപ്പോൾ അവർ ഭരിക്കുന്ന അന്വേഷണം. അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ പല തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് ചേർത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല പിന്നെ നിങ്ങൾ പറയൂ. അപ്പോൾ ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൾട്ടേഷൻ നടത്തി തീരുമാനമെടുത്തു. ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത ഏറ്റവും വേഗത്തിലുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ട്. തീരുമാനമേ എടുക്കാറില്ല പല പാർട്ടികളും, സംരക്ഷിക്കുകയാണ് പതിവ്. സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി. ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. അതിനകത്ത് പാർട്ടിയിലെടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് ഒഴിച്ചാൽ ബാക്കിയൊന്നുമില്ല. കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ കാര്യത്തിൽ വരും ദിവസങ്ങൾ കാണാമല്ലോ. ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാണ്. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് സുപ്രധാന കാര്യങ്ങളുണ്ട്. ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമൻറ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു, അതിന് എൻ്റെ മറുപടി പറഞ്ഞു. കൂടുതലായിട്ട് ഞാൻ പറയാനില്ല. അത് ഞാൻ പറഞ്ഞല്ലോ മറുപടി. സസ്പെൻഷനിൽ ആയ സമയത്തും രാഹുലുമായി സഹകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ എതിർ പാർട്ടികളുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആരോപണം സസ്പെൻഷനിൽ പേരിന് മാത്രമാണ്, കടലാസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, രാഹുലിനെ സംരക്ഷിക്കുന്നതാണ്. ഈ പുറത്താക്കിയാൽ അല്ല, അതെങ്ങനെയാണ് പറയുന്നത്? പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. സസ്പെൻഷൻ അതുപോലെ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ സസ്പെൻഷൻ പ്രവർത്തിയില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അത് പർവ്വതീകരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ അർത്ഥമില്ല. കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത ഒരു നടപടി തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെയും വലിയ തരത്തിൽ അല്ല, അങ്ങനെ ഇപ്പോൾ ഓരോ ആക്രമണത്തിനും മറുപടി വരേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ആണെങ്കിൽ ഇത് മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈബർ ആക്രമണത്തിൻ്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഈ കേസിലല്ല, മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ടെലിഫോൺ പിടിച്ചെടുക്കാൻ നോക്കി, നമ്മളെല്ലാം എതിർത്തുകൊണ്ട് അത് പിൻവലിച്ചു. ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും തെറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. നിയമപരമായ നടപടി, പക്ഷേ അത് നിഷ്പക്ഷമായിരിക്കണം, അതെല്ലാവർക്കും ബാധകമായിരിക്കണം. മുഖ്യമന്ത്രിക്കെതിരെ സൈബർ ആക്രമണം വരുമ്പോൾ മാത്രം കേസെടുക്കുക, ബാക്കി ആർക്കെതിരെ വന്നാലും അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യം. അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ പാർട്ടിക്ക് പുറത്താണ്. എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഇത് സമ്മതിച്ചു. അദ്ദേഹത്തിനെതിരെ വന്ന എന്നെക്കുറിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എന്നെക്കുറിച്ചിട്ടൊരു മന്ത്രി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചില്ലേ. ഇതിപ്പോൾ രാജ്യസഭയുടെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ, രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ്, ആ വിഷ്വൽസ് ഉണ്ട്,
അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്നാണ് ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുക്കുന്നതാണ്. മന്ത്രിക്ക് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ അധികാരമില്ല. അങ്ങനെ എല്ലാം സംഭവിച്ചെങ്കിൽ വേറെ ഒന്നും വേണ്ട. എനിക്ക് ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനാണ് ആ താല്പര്യം. ബ്രിട്ടാസിനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ ബ്രിട്ടാസിൻ്റെ പേര് ഉപയോഗിച്ചിട്ട്? അപ്പോൾ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് മാർഗം